നമസ്കാരം. സ്ട്രെസ് ലേണിംഗിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. എത്രാമത് അധ്യക്ഷനാണ്? 9ാമത് അധ്യക്ഷനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? INTRV01. INTRV01. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്താണ് INTRV01 എന്നത്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? INTRV01. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. എത്രാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ? 9ാമത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? INTRV01. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. 2024 ഡിസംബർ 23 അന്തരിച്ച സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൽ. അപ്പോൾ ശ്യാം ബെനഗൽ അന്തരിച്ചത് 2024 ഡിസംബർ 23 പ്രശസ്ത സിനിമാ സംവിധായകനാണ് ആര്? ശ്യാം ബെനഗൽ. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. 2025 ജനുവരിയിൽ ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗളി എന്ന മോണൽ പക്ഷിയാണ്. മൗളി എന്ന മോണൽ പക്ഷി. 2025 ജനുവരിയിൽ ദേശീയ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. എത്രാമത് ദേശീയ ഗെയിംസ് ആണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്നത്? 38ാമത് ദേശീയ ഗെയിംസ് ആണ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്നത്. മൗളി എന്ന മോണൽ പക്ഷിയാണ് ഭാഗ്യചിഹ്നം. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണേത്? മോണൽ എന്ന പക്ഷി ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മൗളി എന്ന പേര് നൽകിയിരിക്കുന്നത്. കിടപ്പിലായ രോഗി അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരവും ഉയർത്താൻ ആയുർവേദ സ്വാന്തന പരിചരണ പദ്ധതിയാണ് സ്നേഹധാര. കിടപ്പിലായ രോഗികൾ ഉള്ളവരുടെ കുടുംബങ്ങളുടെയും ആ രോഗികളുടെയും ജീവിത നിലവാരം ഉയർത്തുവാനായിട്ട് ആയുർവേദ സ്വാന്തന പരിചരണ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്നേഹധാര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രളയ ഭീഷണിയും വരൾച്ചാ ഭീഷണിയും നേരിടുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രളയ ഭീഷണിയും വരൾച്ചാ ഭീഷണിയും നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചിഡോ ചുഴലിക്കാറ്റ്. അപ്പോൾ ചിഡോ ചുഴലിക്കാറ്റ് വീശിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് മയോട്ട് ദ്വീപിലാണ്. എന്ത് വീശിയത്? ചിഡോ എന്ന ചുഴലിക്കാറ്റ് വീശിയത്. 2025 ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസരഹിത യാത്ര അനുവദിക്കുന്ന രാജ്യമാണ് റഷ്യ. 2025 ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസരഹിത യാത്ര അനുവദിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. ഇന്ത്യൻ അതിർത്തിയിലെ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഏതാണ്? മസാലി വില്ലേജ് ആണ്. ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലെ മസാലി വില്ലേജ് ആണ് ഇന്ത്യൻ അതിർത്തിയിലെ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ഗ്രാമം. 2024 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. അപ്പോൾ 2024 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഹോക്കി ടീം കിരീടം സ്വന്തമാക്കിയത്. എവിടെയായിരുന്നു വേദി? മസ്കറ്റ് ആണ്. ഒമാനിലെ മസ്കറ്റ് ആയിരുന്നു
ഏഷ്യ കപ്പ് ഹോക്കി വേദി. അപ്പോൾ ഫൈനലിൽ പാകിസ്ഥാനെയാണ് ആര് പരാജയപ്പെടുത്തിയത്? ഇന്ത്യ പരാജയപ്പെടുത്തിയത്. എവിടെ വെച്ചായിരുന്നു കളി നടന്നത്? ഒമാനിലെ മസ്കറ്റിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീം കോച്ച് ആരാണ്? PR ശ്രീജേഷ് ആണ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീം കോച്ച് PR ശ്രീജേഷ്. അപ്പോൾ 2024 ഡിസംബർ 23 അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൽ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. 2025 ജനുവരി ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്നത് എത്രാമത് ദേശീയ ഗെയിംസ് ആണ്? 38ാമത് ദേശീയ ഗെയിംസ് ആണ്. ഭാഗ്യചിഹ്നം ഏതാണ്? മൗലി എന്ന മോണൽ പക്ഷിയാണ്. ഇത് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. സ്നേഹധാര പദ്ധതി കിടപ്പിലായ രോഗിയെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുവാനായിട്ട് ആയുർവേദ സ്വാന്തന പരിചരണ പദ്ധതിയാണ് ഇത്, സ്നേഹധാര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രളയ ഭീഷണിയും വരൾച്ചാ ഭീഷണിയും നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ചിഡോ ചുഴലിക്കാറ്റ് വീശിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് മയോട്ട് ദ്വീപിലാണ്. 2025 ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസരഹിത യാത്ര അനുവദിക്കുന്ന രാജ്യമാണേത്? റഷ്യ. ഇന്ത്യൻ അതിർത്തിയിലെ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഏതാണ്? മസാലി ഗ്രാമമാണ്. ഇത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2024 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. എവിടെ വെച്ചാണ് നടന്നത്? ഒമാനിലെ മസ്കറ്റിൽ വെച്ചാണ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീം കോച്ച് ആരാണ്? PR ശ്രീജേഷ്. ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ത്രിദിന ലോകമത സമ്മേളനത്തിന് 2024 വേദിയായത് എവിടെയാണ്? വത്തിക്കാനിലാണ്. ശിവഗിരി മഠം സംഘടിപ്പിച്ച ത്രിദിന ലോകമത സമ്മേളനത്തിന് 2024 വേദിയായത് വത്തിക്കാൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുവാനുള്ള പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗോത്രസാരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഗോത്രസാരഥി? ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുവാനുള്ള പദ്ധതിയാണ് ഏത്? ഗോത്രസാരഥി പദ്ധതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2024 ഏത് ഭരണഘടനാ ബില്ലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്? അപ്പോൾ 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് നിലവിൽ വന്നത്. എത്രാം ഭരണഘടനാ ഭേദഗതിയാണ്? 129ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ട് സഹായം ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ട് സഹായം ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. 2025 പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? കിരിബാത്തി ദ്വീപ് രാഷ്ട്രമാണ്. കിരിബാത്തിയാണ്. അപ്പോൾ 2025 പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാണ്? കിരിബാത്തി ദ്വീപാണ്. ഇന്ത്യയേക്കാൾ 8.5 മണിക്കൂർ മുന്നിലാണ് കിരിബാത്തി ദ്വീപ്. അപ്പോൾ ഈ കിരിബാത്തി ദ്വീപ് പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ രാഷ്ട്രമാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ രാഷ്ട്രമാണ് ഇത്, കിരിബാത്തി ദ്വീപ്. ഈ കിരിബാത്തി ദ്വീപിലാണ് 2025 പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യത്തെ രാജ്യമാണ് കിരിബാത്തി ദ്വീപ്. ഇന്ത്യയേക്കാൾ 8.5 മണിക്കൂർ മുന്നിലാണ് കിരിബാത്തി ദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ചിഡോ ചുഴലിക്കാറ്റ്. കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി, കണ്ണൂർ. 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. 33ാം തവണയാണ്. 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആയതാരാണ്? വെസ്റ്റ് ബംഗാളാണ്. 33ാമത്. കേരളത്തിന്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2024 PK വീരമണിദാസിനാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കുമായിരുന്നു ഹരിവരാസന പുരസ്കാരം. ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യ.
ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി എന്താണ്? രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി. അപ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ആരാണ്? ഭുവനേഷ് കുമാർ ആണ്. ഭുവനേഷ് കുമാർ. അപ്പോൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ആണ് ഭുവനേഷ് കുമാർ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരം ബാംഗ്ലൂരാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരമാണ് ബംഗളൂരു. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്കാണ്. അപ്പോൾ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മുരളീധരനാണ്. മുരളീധരനാണ് 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്കാണ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരമാരാണ്? സാജൻ പ്രകാശ് ആണ്. അപ്പോൾ 2024 അർജുന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അർജുന അവാർഡ് നേടിയ മലയാളി താരം സാജൻ പ്രകാശ്. കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് ആപ്പ്. അപ്പോൾ എന്താണ് കെ സ്മാർട്ട് ആപ്പ്? കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണിത് കെ സ്മാർട്ട് ആപ്പ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരമാരാണ്? സാജൻ പ്രകാശ്. കെ സ്മാർട്ട് ആപ്പ് എന്താണ്? കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? കെ സ്മാർട്ട് ആപ്പ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാണ്? തിരുവനന്തപുരം. 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? എമിലിയ പെരസ്. ഫ്രഞ്ച് ചിത്രമായ എമിലിയ പെരസ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് എമിലിയ പെരസ്. ഫ്രഞ്ച് ചിത്രമാണ്. കേരള സർക്കാർ കെ-ഡെസ്ക് മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി. അപ്പോൾ എന്താണ് മഞ്ചാടി? മഞ്ചാടി എന്ന പദ്ധതി എന്താണ്? കേരള സർക്കാർ കെ-ഡെസ്ക് മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരാണ് എന്ത്? മഞ്ചാടി. ഗണിത പഠനത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത പദ്ധതിയാണ് ഏത്? മഞ്ചാടി എന്ന പദ്ധതി. 200ാം ജന്മവാർഷികവും 151ാം ചരമവാർഷികവും 2025 ആചരിച്ച മഹാവ്യക്തിത്വമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ 200ാം ജന്മവാർഷികവും 151ാം ചരമവാർഷികവും 2025 ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔൻ. ചീഫ് ജനറൽ ആർമി ചീഫ് ജനറൽ ജോസഫ് ഔനാണ് ലെബനന്റെ പുതിയ പ്രസിഡന്റ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അഞ്ജു ബോബി ജോർജ്. അപ്പോൾ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അഞ്ജു ബോബി ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ മാതൃകയിലുള്ള ഗ്രീൻ ഗെയിംസ് നടത്തിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്.
അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ മാതൃകയിലുള്ള ഗ്രീൻ ഗെയിംസ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2025 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ലോകബാങ്കാണ്. 2025 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഏതാണ്? ലോകബാങ്ക്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനാണ് എം ചന്ദ്രശേഖരൻ. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനാരാണ്? എം ചന്ദ്രശേഖരൻ. 2025 ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശാണ്. 2025 ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 2025 ജനുവരി 16 ഇന്ത്യ ആഘോഷിക്കുന്ന ദിനം ഏതാണ്? സ്റ്റാർട്ടപ്പ് ദിനമാണ്. ജനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനം. അപ്പോൾ 2025 ജനുവരി 16 ഇന്ത്യ ആഘോഷിക്കുന്ന ദിനമാണ് സ്റ്റാർട്ടപ്പ് ദിനം. 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകൾ ഏതെല്ലാമാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. അപ്പോൾ 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. ഇവയെല്ലാം എന്താണ്? യുദ്ധക്കപ്പലുകളാണ്. ISROയുടെ പുതിയ ചെയർമാനായി 2025 ജനുവരി 14 ചുമതലയേറ്റതാരാണ്? വി നാരായണൻ. അപ്പോൾ ഇപ്പോഴത്തെ ഇസ്രോയുടെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവൻ. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷ ഭരതനാട്യ അധ്യാപകൻ ആരാണ്? ഡോക്ടർ RLV രാമകൃഷ്ണൻ. ഡോക്ടർ RLV രാമകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷ ഭരതനാട്യ അധ്യാപകൻ. എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകിയ കേരളത്തിലെ ആദ്യത്തെ നഗരസഭ ഏത്? പരവൂർ നഗരസഭയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകിയ കേരളത്തിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? പരവൂർ നഗരസഭ. കൈത്തറി മേഖലയ്ക്കായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് ഹാൻഡ്ലൂം ജാലകം. അപ്പോൾ എന്താണ് ഹാൻഡ്ലൂം ജാലകം? കൈത്തറി മേഖലയ്ക്കായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത്? ഹാൻഡ്ലൂം ജാലകം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV 01. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. 2025 ജനുവരിയിൽ നടക്കുന്നത് എത്രാമത് ദേശീയ ഗെയിംസ് ആണ്? 38ാമത് ദേശീയ ഗെയിംസ് ആണ്. എവിടെ വെച്ചാണ്? ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. ഭാഗ്യചിഹ്നം എന്താണ്? മൗളി എന്ന മോണൽ പക്ഷിയാണ്. അപ്പോൾ എന്താണ് സ്നേഹധാര? കിടപ്പിലായ രോഗിയെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുവാനായിട്ട് ആയുർവേദ സാന്ത്വന പരിചരണ പദ്ധതിയാണ് എന്ത്? സ്നേഹധാര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രളയ ഭീഷണിയും വരൾച്ച ഭീഷണിയും നേരിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യൻ അതിർത്തിയിലെ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഏതാണ്? മസാലി വില്ലേജ് ആണ്, ഗുജറാത്ത്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീം കോച്ച് PR ശ്രീജേഷ്. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? ഗോത്രസാരഥി. 2024 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് എത്രാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ട് സഹായം ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായതാരാണ്? വെസ്റ്റ് ബംഗാളാണ്. ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 PK വീരമൻദാസ്. 2023 ശ്രീകുമാരൻ തമ്പി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണ്? ഭുവനേഷ് കുമാറാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? ബാംഗ്ലൂരു. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. 2024 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് മുരളീധരനാണ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം സാജൻ പ്രകാശ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം.
കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതി ഏതാണ്? മഞ്ചാടി. 200ാം ചരമവാർഷികവും 200ാം ജന്മവാർഷികവും 151ാം ചരമവാർഷികവും 2025 ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അഞ്ജു ബോബി ജോർജിനെയാണ്. 2025 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഏതാണ്? ലോക ബാങ്കാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ജനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനമാണ്. ഇസ്രോയുടെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് INS മാധവൻ. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവൻ. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷർ ഇവ എന്താണ്? യുദ്ധക്കപ്പലുകളാണ്. എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകിയ കേരളത്തിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? പരവൂർ നഗരസഭയാണ്. കൈത്തറി മേഖലയ്ക്കായി പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ഹാൻഡ്ലൂം ജാലകം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്